ഒരു സാധാരണ കോമഡി നടനിൽ നിന്നും ദിലീപ് എങ്ങനെ മലയാളത്തിലെ ബിഗ് സ്റ്റാറായി മാറി? ഒരു സാധാരണ മിമിക്രി താരം പിന്നീട് മലയാളത്തിലെ ബിഗ്ഗസ്റ്റ് ക്രൗഡ് പുള്ളിംഗ് താരങ്ങളിൽ ഒരാളായി മാറുന്നു. ഫാമിലി ഓഡിയൻസ് മുതൽ കുട്ടികൾ വരെ കണക്ട് ചെയ്ത ഒരു താരം, അതായിരുന്നു ദിലീപ് എന്ന നടൻ. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദിലീപ് എങ്ങനെ മലയാള സിനിമയിൽ വലിയ പോപ്പുലാരിറ്റി സ്വന്തമാക്കി എന്നതിനെക്കുറിച്ചാണ്. കോമഡി ടൈമിങ്ങും റിലേറ്റബിൾ ക്യാരക്ടേഴ്സും അതുപോലെ തന്നെ ഫാമിലി ഓഡിയൻസ് സപ്പോർട്ടും ദിലീപിനെ സൂപ്പർ സ്റ്റാർ ലെവലിലേക്ക് എത്തിച്ചു. മലയാള സിനിമയിൽ എത്തുന്നതിന് മുൻപ് മിമിക്രി സ്റ്റേജുകളിലൂടെയാണ് ദിലീപ് തൻ്റെ കരിയർ ആരംഭിച്ചത്. ആ കാലത്ത് മിമിക്രി ആർട്ടിസ്റ്റിൽ നിന്നും സിനിമയിലേക്ക് എത്തുക വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഹാർഡ് വർക്ക് കൊണ്ടും പേഷ്യൻസ് കൊണ്ടും അദ്ദേഹം മലയാള സിനിമയിൽ പതുക്കെ പതുക്കെ അവസരങ്ങൾ കണ്ടെത്തി. സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിക്കുകയും ചെറിയ ചെറിയ കോമഡി റോളുകൾ ചെയ്യുകയും ചെയ്തു. ആദ്യകാലങ്ങളിൽ വലിയ ഹീറോ ഇമേജ് ഒന്നും ഉണ്ടായിരുന്നില്ല. നാച്ചുറൽ ഹ്യൂമർ സ്റ്റൈലായിരുന്നു ദിലീപിന്റെ വലിയ പ്ലസ് പോയിന്റ്. ഫോഴ്സ്ഡ് കോമഡി അല്ലാതെ സിമ്പിൾ എക്സ്പ്രഷൻസും ഡയലോഗ് ഡെലിവറികളുമാണ് ആളുകൾക്ക് ഇഷ്ടമായത്. ഫാമിലി ഓഡിയൻസിന് വളരെയധികം റിലേറ്റബിൾ ആയി തോന്നുന്ന ഹ്യൂമർ ആയിരുന്നു അദ്ദേഹത്തിന്റെ വലിയ സ്ട്രെങ്ത്. 2000-ൽ എത്തിയപ്പോഴേക്കും ദിലീപ് മലയാള സിനിമയിലെ കോമഡി കിങ് ഇമേജ് സ്വന്തമാക്കിയിരുന്നു. CID മൂസ, മീശ മാധവൻ, കല്യാണരാമൻ ഈ സിനിമകൾ വലിയ ഫാമിലി എന്റർടൈനേഴ്സായി മാറിയിരുന്നു. ടെലിവിഷനുകളിൽ വീണ്ടും വീണ്ടും വന്നിട്ടും ആളുകൾ ഇന്നും കാണുന്ന സിനിമകളാണ് ഇവ. ചിൽഡ്രൻ ഓഡിയൻസിന്റെ സപ്പോർട്ടായിരുന്നു ദിലീപിന്റെ വലിയ പവർ. അതുകൊണ്ടാണ് ഫെസ്റ്റിവൽ സീസണിൽ പോലും ദിലീപ് സിനിമകൾ വലിയ ഹിറ്റ് നേടിയിരുന്നത്. മലയാള സിനിമയിൽ ഫാമിലി ഓഡിയൻസ് സപ്പോർട്ട് ലഭിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ആ കാര്യത്തിൽ ദിലീപ് വളരെയധികം സക്സസ്ഫുൾ ആയിരുന്നു. വയലൻസ് ഹെവി മാസ് ഇമേജിനേക്കാൾ ഫാമിലി ഫ്രണ്ട്ലി ഹീറോ ഇമേജാണ് ദിലീപ് ബിൽഡ് ചെയ്തത്. ഒരു സാധാരണ നാട്ടിൻ പുറത്തുകാരൻ എന്ന ഫീൽ നൽകുന്ന ക്യാരക്ടേഴ്സ്, സിമ്പിൾ കോസ്റ്റ്യൂംസ്, ഫണ്ണി ഡയലോഗ് ഡെലിവറി ഇവ ഓഡിയൻസിനെ കണക്ട് ചെയ്തിരുന്നു. ഒരു സമയത്ത് മലയാളം സിനിമയിൽ മിനിമം ഗ്യാരണ്ടി സ്റ്റാർ എന്ന രീതിയിലാണ് ദിലീപ് അറിയപ്പെട്ടത്. ദിലീപിന്റെ സിനിമകൾക്ക് ഫാമിലി ഓഡിയൻസിന്റെ ഗ്യാരണ്ടീഡ് സപ്പോർട്ട് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് വെക്കേഷൻ സീസണിൽ കുട്ടികളും ഫാമിലി ഓഡിയൻസ് കാരണവും തിയേറ്ററുകൾ ഹൗസ്ഫുൾ ആയിരുന്നു. ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും തിയേറ്റർ ഓണേഴ്സിനും സേഫ് ബിസിനസ് ആക്ടറായി ദിലീപ് മാറിയിരുന്നു. കോമഡിക്ക് പുറമെ സീരിയസ് ഇമോഷണൽ റോൾസും ദിലീപ് ചെയ്തിരുന്നു. കുഞ്ഞിക്കൂനൻ, ചാന്തുപൊട്ട്, പച്ചക്കുതിര എന്നീ സിനിമകളിലെ വ്യത്യസ്ത ബോഡി ലാംഗ്വേജ് പെർഫോമൻസ് കൊണ്ട് ഓഡിയൻസിനെ സർപ്രൈസ് ചെയ്യാൻ ദിലീപിന് ആയിരുന്നു. ഈ സിനിമകളിലൂടെ കോമഡി ആക്ടർ മാത്രമല്ല പെർഫോമൻസ് ആക്ടർ കൂടിയാണെന്ന് ദിലീപ് തെളിയിച്ചു. പിന്നീട് ദിലീപിന്റെ കരിയറിൽ വിവാദങ്ങൾ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കി. സോഷ്യൽ മീഡിയ ക്രിറ്റിസിസവും പബ്ലിക് ഇമേജ് ചേഞ്ചും അദ്ദേഹത്തിന്റെ കരിയറിനെ ബാധിച്ചു. ദിലീപിന്റെ പഴയ പീക്ക് സ്റ്റാർഡം കുറയാൻ തുടങ്ങിയെന്ന് പലരും അഭിപ്രായപ്പെട്ടു. എന്നാൽ ഇന്നും ദിലീപിന്റെ പഴയ കാല സിനിമകൾ യൂട്യൂബുകളിലും ടെലിവിഷനുകളിലും വളരെയധികം പോപ്പുലാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. മലയാളം സിനിമ ഹിസ്റ്ററിയിൽ ഫാമിലി ഓഡിയൻസിനെ ഏറ്റവും കൂടുതൽ എന്റർടൈൻ ചെയ്ത നടന്മാരിൽ ഒരാളാണ് ദിലീപ് എന്ന് പലരും വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ദിലീപിന്റെ സിനിമ ഏതാണ്? വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.